സൂചിപ്പാറയിൽ കുടുങ്ങിയ 3 യുവാക്കളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിസാഹസികമായിട്ടാണ് റഹീസിനെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ സുർജിത്ത്. എത്ര സങ്കീർണമായിരുന്നു ഈ ദൗത്യം എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. കാരണം അപകടകരമായ ഒരു ഭൂമിശാസ്ത്രമുള്ള ഭൂപ്രദേശമാണിത്. ആ ഭൂപ്രദേശത്താണ് ചെങ്കുത്തായ മല, അതിന് താഴെ വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടം മാത്രമല്ല, 2 പുഴകളുടെ സംഗമ കേന്ദ്രം കൂടിയാണിത്. ഒന്ന് ചൂരൽമല പുഴ, ഈ ഉരുൾപൊട്ടലുണ്ടായി ഉരുകി താഴേക്ക് പതിച്ച ആ പുഴ. അതിന്റെ മറ്റ് ഭാഗം എന്ന് പറയുന്നത് കള്ളാടിപ്പുഴ, തൊള്ളായിരംകണ്ടി ഭാഗത്ത് നിന്ന് വരുന്ന കള്ളാടിപ്പുഴ. ഇത് രണ്ടിന്റെയും സംഗമ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിക്കലും അവർക്ക് കാൽനടയായി പുറത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഭൂമിശാസ്ത്രമുള്ള പ്രദേശമാണ്. അവിടേക്കാണ് ഇങ്ങനെ ഒരു റെസ്ക്യൂ സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ച് 2 തരത്തിൽ, ഒന്നുകിൽ കാൽനടയായി പോയി അവിടെ അവരെ രക്ഷിക്കാൻ ഉള്ളൊരു ശ്രമം നടത്താം എന്നുള്ളത്. അതുകൊണ്ടാണ് മറ്റ് സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംവിധാനവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ചേർന്ന് പോലീസും അടക്കം അവിടേക്ക് പോയത്. അവിടേക്ക് പോയ ശേഷം അവർക്ക് അപ്പുറം കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് 3 ഉദ്യോഗസ്ഥർ, അതായത് 3 പേരാണ് അവിടേക്ക് എത്തിയത്. 3 പേർ അവിടേക്ക് എത്തിയത്. ഒന്ന് രഞ്ജിത്ത് ഇസ്രായേലാണ്, മറ്റൊന്ന് ഡിനോ എന്ന് പറയുന്ന ഒരു SI ആണ്. അവരെല്ലാം മറ്റൊരാൾ രജീഷ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ലഭിച്ച ആളുകളാണ്. ആ 3 പേർ അവിടേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിൽ മുകളിലേക്ക് കയറി വരുന്ന റഹീസിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ പാറയിൽ കുടുങ്ങിയ നിലയിലാണ് ഉണ്ടായത്. ആ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാക്കുക എന്നുള്ളത് വലിയ സങ്കീർണമായ ദൗത്യമായി മാറിയിരുന്ന ആ ദൗത്യത്തിന്റെ ഭൂമിശാസ്ത്രം മൊത്തം നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടേക്ക് ആളുകളെ കയറ്റുക എന്നുള്ളത് അതിദുഷ്കരമായ സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു. ഇതിനിടയിൽ ഹെലികോപ്റ്റർ വന്നു. ഹെലികോപ്റ്റർ വന്ന ശേഷമാണ് അവരെ സുഗമമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. 2 പേരെ അങ്ങനെ രക്ഷിച്ചു. ഒരാൾ നടന്ന് പതുക്കെ നീന്തി കയറിയും മറ്റും ഈ രക്ഷാപ്രവർത്തകർക്ക് അരികിലേക്ക് എത്തി. ഉടൻ തന്നെ റഹീസാണ് അങ്ങനെ എത്തിയത്. സലീമിനെയും മോഹസിനെയുമാണ് എയർലിഫ്റ്റിംഗിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 3 പേരെയും സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൽ പ്രധാനമായും കൂടുതൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതിസങ്കീർണമായ, അതായത് അതിഭീതിതമായ രീതിയിലുള്ള ആ ഭൂമിശാസ്ത്രം വ്യക്തമാക്കുന്ന ആ പ്രദേശത്തിന്റെ ഇടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും സങ്കീർണമായ ദൗത്യമായിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത്, നമുക്ക് ഈ ഓപ്പറേഷൻ നടത്തിയ ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് പകർത്തിയ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര സാഹസികമായിട്ടാണ് ഈ 2 പേരെ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തിയതെന്ന്. മാത്രമല്ല ഈ 3 പേരും ഇന്നലെ തന്നെ അവിടെ പെട്ടുപോയതാണ്. അവരെ ഇന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രം ഹെലികോപ്റ്ററിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതിൻ്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇനി നമ്മൾ ഒരുപക്ഷെ അതിസാഹസികമായിട്ടാണ് ആ പൈലറ്റ് ഈ പാറക്കൂട്ടത്തിന് നടുവിലേക്ക് ഹെലികോപ്റ്റർ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇവരെ 2 പേരെയും രക്ഷപ്പെടുത്തിയതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ 24 എത്തിച്ചു തരും. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ലഭിച്ചിട്ടേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഉടൻ തന്നെ അത് കാണിച്ചു തരും.